ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിനിടയിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഡെലിവറി സ്റ്റോറി പറയാനായിട്ടാണ്. ഇപ്പോ ബേബിക്ക് ഏകദേശം ഒരു 59 ദിവസമായിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ ഡെലിവറി സ്റ്റോറി ഇടണം 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 എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്റെ ഡെലിവറി സ്റ്റോറി ഭയങ്കര ഒരു സംഭവബഹുലമായിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് വീഡിയോ ഇടാനായിട്ട്. ഇപ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ. അപ്പോ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. മാർച്ച് 19, 2025 എന്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 17-ാം തീയതി ആയിരുന്നു, മാർച്ച് 17-ാം തീയതി ആയിരുന്നു ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഒരു മൺഡേ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ബുധനാഴ്ച ആയിരുന്നു എനിക്ക് ഡോക്ടർ PV പറഞ്ഞിട്ടുണ്ടായിരുന്നത്. PV എനിക്ക് സത്യത്തിൽ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടുപോയിട്ടും കുറെ വീഡിയോസ് ഒക്കെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. PV എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് PV ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ ചേച്ചിയും ഞങ്ങൾ രണ്ടുപേരും ഒരു മന്തിന്റെ ഗ്യാപ്പിലാണ് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചിയുടെ ഡെലിവറി ഒരു മാസം ഒരു 21 ദിവസം വ്യത്യാസം ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും തമ്മില്. അപ്പൊ ചേച്ചിക്ക് ആദ്യം ബേബി ഉണ്ടായി, പിന്നെയാണ് 21 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി രണ്ടാമത്തെയാണ്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതിന് ടെൻഷനൊന്നും അടിക്കണ്ട, PVക്ക് ഭയങ്കര കൂളായിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാന് ടെൻഷനൊക്കെ മാറ്റി വെച്ച് എന്നാലും നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. PVക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ PV നല്ല പേടിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ ഡോക്ടർ വന്നു, എന്നിട്ട് PV ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ റിലാക്സ് ആയിട്ട് കിടന്നു. PV ചെയ്യുമ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽ പിടിക്കും. നമ്മൾ പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ നന്നായിട്ട് മസിൽ പിടിക്കുമ്പോഴാണ് നമുക്കത് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. അവർ നമ്മുടെ അടുത്ത് പറയും റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി, അങ്ങനെ പേടിച്ചിട്ടൊന്നും കിടക്കണ്ട, മസിൽ പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് അവരെങ്ങോട്ട് പറയും. ഞാൻ അതുപോലെ തന്നെ നല്ല ശ്വാസമൊക്കെ ഇങ്ങനെ നീട്ടി വലിച്ച് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്നു, PV ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കേട്ടാ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആണെന്ന് പറയുന്നത്. പക്ഷെ അതിന് വേറൊരു കാരണം ഉണ്ട് എന്നാണ് എന്റെ ഒരു സംശയം. അത് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പൊ PV ചെയ്തു. ഡോക്ടർ വന്നു, പെട്ടെന്ന് PV ചെയ്തു, കഴിഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞോ ചോദിച്ചു. അപ്പൊ ഡോക്ടർ ഞാൻ കഴിഞ്ഞു, ഇത്ര സിമ്പിൾ ആണ്, വേണേ ചെയ്യാതെ, വേണ്ട അത് മതി അത്. അപ്പൊ അങ്ങനെ PV ഒക്കെ ചെയ്ത് ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത മൺഡേ, അതായത് മാർച്ച് 17-ാം തീയതി വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. പിന്നെ നമുക്ക് ബുധനാഴ്ചയൊക്കെ ആയിട്ട് മാർച്ച് 19-ാം തീയതി ആയിട്ട് ഡെലിവറി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മാർച്ച് 17-ാം തീയതി മൺഡേ പോയിട്ട് രാവിലെ 10:30 ആവുമ്പോ ഞങ്ങൾ അഡ്മിറ്റ് ആവാനായിട്ട് വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങി 10:30 ആവുമ്പോഴാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ സരോജ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി, അവിടെ അഡ്മിറ്റ് ആയി. അവിടെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അഡ്മിഷന് മുമ്പ്. അതൊക്കെ കഴിഞ്ഞ് അഡ്മിറ്റ് ആയി. ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. റൂമിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ട്യൂബ് ഇടാനായിട്ട് ലേബർ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ട്യൂബൊക്കെ ഇട്ട്, ട്യൂബ് ഇടുമ്പോ ഒരു ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതായത് ട്യൂബ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പീരീഡ്സിന്റെ പെയിൻ വരുന്ന പോലത്തെ ഒരു പെയിൻ ഒക്കെ വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പെയിൻ വരും പോവും, പെയിൻ വരും പോവും, അങ്ങനെ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ പോവാ. അപ്പൊ എനിക്ക് ആ പെയിൻ ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടാ. ചിലർക്ക് അത് അത്രയ്ക്ക് പെയിൻ ഇല്ല എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അത് ഈ ഗർഭപാത്രം വികസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്യൂബ് ഇടുന്നത്. അപ്പോ ട്യൂബ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ ആയിട്ട് നടക്കാനൊന്നും പറ്റണില്ല. പിന്നെ വേദന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്യൂബ് ഇട്ടിട്ട് കുറച്ചൊക്കെ ഞാൻ നടക്കും, വീണ്ടും പോയി കിടക്കും, കുറച്ച് നടക്കും, വീണ്ടും. വേഗം നടന്നു കഴിഞ്ഞാൽ വേഗം ട്യൂബ് പുറത്തേക്ക് വരും. അതുകൊണ്ട് വേഗം നടന്നു, അപ്പൊ വേഗം ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇങ്ങനെ നടന്നു, വേഗം അതൊന്ന് ഊരി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് അധികം സമയമൊന്നും എടുത്തില്ല. ഒരു 3-4 മണിക്കൂർ മാക്സിമം. അതിനുള്ളിൽ എന്റെ ട്യൂബ് പൊട്ടി പുറത്തേക്ക് പോന്നു. ട്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ട്യൂബ് ഊരി പോയതിനു ശേഷം നന്നായിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുൾ ടൈം അനുസരിന്റെ ഒപ്പം ഞാൻ ഒറ്റയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് സ്ക്വാട്സ് അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ്, മാർച്ച് 18-ാം തീയതി.
മാർച്ച് 18 രാവിലെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോ എന്റെ അടുത്ത് സിസ്റ്റർമാര് വന്നിട്ട് പറഞ്ഞു, അഞ്ജലിയോട് ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചെന്നു. ഇടയ്ക്കിടയ്ക്ക് എന്റെ ലേബർ റൂമിലേക്ക് വിളിക്കും, ഹാർട്ട് റേറ്റ് നോക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അപ്പൊ ഞാൻ അങ്ങനെ പോയി. അപ്പൊ ഞാൻ അവിടെ കിടന്ന് സിസ്റ്റർമാരുടെ അടുത്തൊക്കെ അത്യാവശ്യം നല്ല കമ്പനിയാണ്. എല്ലാ സിസ്റ്റർമാരും നല്ല കമ്പനി ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ എല്ലാരെയും. അപ്പോ അവിടെ ചെന്നപ്പോ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് കിടന്നപ്പോ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഇപ്പൊ എന്തിനാ വിളിച്ചോക്കണേന്ന് ചോദിച്ചപ്പോ ഉണ്ണിയുടെ ഹാർട്ട് റേറ്റ് നോക്കി. എന്നിട്ട് പറഞ്ഞു PV ചെയ്യാൻ ഡോക്ടർ വരും, അപ്പോ നമുക്ക് PV ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ PV അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വട്ടം PVയുടെ എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ വിചാരിച്ചു PV അല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഡോക്ടർ വന്നു. ഡോക്ടർ ഒരു കേസിന് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു. പിന്നെ എന്റെ തലയുടെ പിന്നിലായിട്ട്, എന്റെ ബെഡിന്റെ പിന്നിലായിട്ട് ഒരു നഴ്സ് നിൽക്കുന്നുണ്ട്. എന്റെ 2 കൈയുടെ അവിടെ ആയിട്ട് നഴ്സ് നിൽക്കുന്നുണ്ട്. എന്റെ കാലിന്റെ അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് കിടക്കാണ്. അപ്പൊ പിന്നെ അവരെനിക്ക് ചെയ്തൊരു സംഭവമുണ്ട് എന്റെ ജീവൻ. എന്റെ എനിക്ക് അത്രയ്ക്ക് പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു. അതിന് പറയുന്ന പേരാണ് സ്ട്രിപ്പിങ്. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഇത് മുമ്പ് ആരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഈ PV ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷെ സ്ട്രിപ്പിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അതെന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതിനെ സ്ട്രിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അവര്. അയ്യോ, എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക് എനിക്ക് ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് സ്ട്രിപ്പിംഗ് വന്നത്. ഞാനിങ്ങനെ ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ കുതിച്ച് കുതിച്ച് പോവാറുണ്ട്. അപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്ന നഴ്സ് അവിടെ നിൽക്കുന്നോണ്ട് എന്റെ തല പോയിട്ട് നഴ്സിന്റെ വയറുമ്മയാണ് പോയിട്ട് ഇരിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ കുതിച്ച് കുതിച്ച് പോവാ. അപ്പൊ ഡോക്ടർ പറയുന്നത് റിലാക്സ് ആയിട്ട് കിടക്കെ, ഇറങ്ങി വരാൻ പറ്റണോ എനിക്ക്. ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം ബാക്കിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, വേണ്ടത് വേണ്ടതൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഡോക്ടർ സാരില്ല, റിലാക്സ് ആയിക്കോളൂ. അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അന്ന് PV ചെയ്തപ്പോ അല്ല, നഴ്സിന്റെ അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞു, എനിക്ക് അന്ന് PV ചെയ്തപ്പോ എനിക്ക് ഇത്രയ്ക്ക് വേദന എടുത്തില്ലല്ലോ, ഇത് ഭയങ്കര പെയിൻഫുൾ ആണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പേരാണ് സ്ട്രിപ്പിംഗ് നഴ്സ് പറഞ്ഞു. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ലയോ, കഴിഞ്ഞല്ലോ, എനിക്ക് സമാധാനമായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ചെയ്തപ്പോ. ഉള്ളിണ്ടാണ്, ഞാൻ ആ ലേബർ റൂം ഇങ്ങനെ മറിച്ചിടായിരുന്നു. അത്രയ്ക്ക് ഉള്ളിട്ടോണ്ടിരിക്കുക. സ്ട്രിപ്പിംഗ് മാത്രം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ഫസ്റ്റ് ഡെലിവറിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡെലിവറിക്ക് സ്ട്രിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെലിവറിക്ക് മുമ്പ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി പെയിനും സഹിക്കാൻ പറ്റും എന്നൊരു ഡയലോഗാണ് ചേച്ചിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് ഡയറക്റ്റ് വന്നിട്ട് PV ചെയ്യാന്നുള്ള വ്യാജയുടെ അത് വേണമെങ്കിൽ പേടിക്കാതിരിക്കാനാവും. സിസ്റ്റിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് PVന് വന്നത്. സ്ട്രിപ്പിംഗ് പറയുകയാണെങ്കിലും എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സ്ട്രിപ്പിംഗ് ഇതാണ് എന്നുള്ള സംഭവം എനിക്ക് പിടികിട്ടിയത്. ഇനി സ്ട്രിപ്പിങ്ങിന്റെ എവിടെ കേട്ടാലും ഞാൻ ആ ഭാഗത്തേക്കേ പോവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. പുറത്ത് അതിന് വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ റൂമിന്റെ പുറത്ത്, ലേബർ റൂമിന്റെ പുറത്ത് അമ്മ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓളി കേട്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഓളിയില്ല. കാരണം PV ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എന്നെ റൂമിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സ്ക്രീം ഭയങ്കരമായിട്ട് ഓളിട്ടോണ്ടിരിക്കുക. കാരണം അങ്ങനെ കുതിച്ചു കുതിച്ച് പോവാ, വേദന എടുത്തിട്ട്. അപ്പൊ അമ്മ പേടിച്ചിട്ട്, അമ്മ വിചാരിച്ചിട്ട് പ്രസവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഓളിയിടുന്നുണ്ടായിരുന്നത്. അപ്പൊ അമ്മ പേടിച്ചിട്ട് ലേബർ റൂമിന്റെ ഡോർ തട്ടിയിട്ട് ആരും തുറക്കാണ്ടായപ്പോ പതുക്കെ ആ ഡോറൊന്ന് തുറന്നു. ഇത് ഡോർ തുറന്നിട്ട് അഞ്ജലിയുടെ അമ്മ എന്താ ബഹളം കേൾക്കണേന്നൊക്കെ ചോദിച്ചപ്പോ നഴ്സുമാര് ചിരിച്ചിട്ട് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അത് സ്ട്രിപ്പിങ് ചെയ്യണ്ട, അതിന്റെ പെയിനാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനം കിട്ടിയത്. അമ്മയുടെ വിചാരം ഞാനവിടെ പ്രസവിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ഒരു 6 മണിക്കാണ് സ്ട്രിപ്പിംഗ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വിട്ടു. പിന്നെ ആലോചിക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു. റൂമിൽ ചെല്ലുമ്പോ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കിനി പറ്റില്ല ഈ ഒരു സംഭവം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ച് ഞാനിങ്ങനെ റൂമില് അമ്മോട് മനുഷ്യനോടൊക്കെ അതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഉറക്കത്തിൽ പോലും ഈ സ്ട്രിപ്പിങ്ങിന്റെ, കാരണം ഞാൻ അത്രയ്ക്കധികം എനിക്ക് അത് ഭയങ്കര മൈൻഡിലേക്ക് ഇങ്ങനെ ഭയങ്കര പേടിയായി അത്. അതുകൊണ്ട് തന്നെ
പിന്നെയും പിന്നെ ആലോചിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഒന്ന് മയങ്ങുമ്പോ ഒക്കെ എനിക്ക് ഈ സംഭവത്തിന്റെ ഇതിങ്ങനെ ഓർമ്മ വരും. അത് വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഒരു ഉച്ചയായപ്പോ അവരെന്നെ ഹാർട്ട് റേറ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പോയി അവിടെ കിടന്നു. എന്നിട്ട് ഉണ്ണിയുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞിട്ടും എന്നെ അവിടെ കിടത്തിയേക്കാണ്. അപ്പൊ ഞാൻ ബെഡിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല ഡോക്ടർ വരും ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയാ. കാരണം ഡോക്ടർ ഇനി വരുന്ന് പറയുമ്പോ എനിക്ക് പേടിയാണ്. എന്തിനാണാവോ നേരത്തെ PV എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ട്രിപ്പിങ് വന്ന് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഡോക്ടർ വരുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇടിപ്പാണ് വരുന്നത്. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പിടഞ്ഞു വരുന്നുണ്ട്. അതായത് എവിടുന്നോ അത്യാവശ്യം അർജന്റായിട്ട് വേറെ ഇങ്ങോട്ടൊക്കെ പോവാണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ അർജന്റായിട്ട് വന്നതാവും. വേഗം വന്നിട്ട് ഓടി വന്നിട്ട് ഡോക്ടർ പറയാ അഞ്ജലി നമുക്ക് സ്ട്രിപ്പിങ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടപ്പോ അയ്യോ എന്റെ അടിവയറൊക്കെ അങ്ങനെ കാളി തുടങ്ങി. എനിക്കത് കേട്ടപ്പോ അയ്യോ സ്ട്രിപ്പിംഗ് കേൾക്കുമ്പോ ഇപ്പോഴേ എനിക്ക് പേടിയാതെ കേൾക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ സ്ട്രിപ്പിംഗ് വേണ്ട ഡോക്ടറെ, എനിക്ക് വേണ്ട രാവിലെ ചെയ്തതല്ലേ എന്നൊക്കെ. രാവിലെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് വേണ്ട സ്ട്രിപ്പിംഗ് വേണ്ട എന്ന് കൊറേ പറഞ്ഞു. അപ്പൊ രാവിലെ ചെയ്തത് കഴിഞ്ഞതല്ലേ എന്ന് ആലോചിച്ചിട്ട് സമാധാനിച്ചിരിക്കാന്ന്. പക്ഷെ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുതിച്ചിങ്ങനെ മുകളിലേക്ക് പോകുന്ന കാരണം അവർക്ക് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സ്ട്രിപ്പിംഗ് ചെയ്യേണ്ട ഈ ഗർഭപാത്രം വികസിക്കാൻ തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ വീണ്ടും സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ കൂടെ അൻഷറിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ബൈസ്റ്റാൻഡർ ആയിട്ട്. അപ്പൊ അൻഷറിൻ പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഉള്ളില് സെയിം രാവിലെ എന്താണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അലറി പൊളിച്ച് സിസ്റ്റർമാർ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കുഴപ്പമില്ല മീൻസ് ഓളിടണ്ട കുഴപ്പമില്ല. അപ്പൊ വേറെ സിസ്റ്റർ പുറത്ത് നിൽക്കേണ്ടത് സെയിം രാവിലെ തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ബാക്കിൽ ഇങ്ങനെ കുതിച്ച് ഇങ്ങനെ പോവാണ്. കരഞ്ഞ് അവസാനം എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ എന്റെ പല്ലൊക്കെ കൂട്ടിയിടിക്കുക. ഞാൻ മേലൊക്കെ ഫുൾ പൊടി ഇങ്ങനെ ഷിവർ ചെയ്തിട്ട് ഞാൻ കിടക്കുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല കിട്ടിയില്ല എന്ന് സിസ്റ്ററിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും തകർന്നു. ഈശ്വര ഇപ്പോഴും കിട്ടിയില്ലേ. അപ്പൊ ഞാൻ ഡോക്ടർ ഇത് നോക്കണ്ട ഡോക്ടർ വേഗം ചെയ്യണ്ട, എനിക്ക് പയ്യെ ഇനി ചെയ്യാനായിട്ട്, എനിക്ക് പറ്റില്ല ഇനി ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഒന്നുകൂടി നോക്കിക്കോ ഞങ്ങളെ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു തുടങ്ങി. എന്നിട്ട് ഞാൻ കിടന്നിങ്ങനെ ഷിവർ ചെയ്യുന്നപ്പോ ഡോക്ടർ പറഞ്ഞു എന്താ വേണ്ട കുഴപ്പമില്ല അഞ്ജലിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അൻഷറിനെ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നപ്പോ അൻഷറ് വരുമ്പോ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പല്ലൊക്കെ കൂട്ടിയിടിച്ച് ഇങ്ങനെ കിടക്കണ്ടേ. എന്നിട്ട് അയ്യോ എന്തിനാ വിഷമിക്കണൊക്കെ വെച്ചിട്ട് മീൻസ് അൻഷേട്ടൻ വിചാരിച്ചാൽ എന്ത് പറ്റിയാ പോകുന്നത്. കാരണം എന്തിനാ കൊണ്ടുവരണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്ട്രിപ്പിങ് രാവിലെ കഴിഞ്ഞതല്ലേ. അപ്പൊ ഇത് ഇപ്പൊ വീണ്ടും ചെയ്യുന്ന അവരും വിചാരിച്ചിട്ടില്ല. അപ്പൊ എന്താ പറ്റിയാലും ചോദിച്ചു സ്ട്രിപ്പിങ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ സമാധാനിപ്പിച്ചു. അൻഷേട്ടൻ വിഷമിക്കേണ്ട സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നല്ല പെയിൻഫുൾ ആണ് അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ആ ഒരു ഇത് അവസാനിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇനി ഇത് വേണ്ട എനിക്ക് ഇതില്ലാണ്ട് ഇനി പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാൻ സാരില്ല എന്നാ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതിപ്പോ എത്ര അത്യാവശ്യമില്ലേ പിന്നെ എന്തിനത് രണ്ടാമത് ചെയ്ത്. അല്ല അത് ചെയ്തെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ സ്ട്രിപ്പിങ്. എനിക്ക് തീരെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ചേച്ചിയൊക്കെ അത് സഹിച്ച് കിടന്ന് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കാരണം ചേച്ചിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ണി മഷി ഇറക്കുന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് ചേച്ചി സഹിച്ചു പിടിച്ച് അത് നിന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എങ്ങനെയാ സഹിച്ചു പിടിച്ചിരുന്നത്. കാരണം അത്രയും പെയിൻഫുൾ ആയിരുന്നു എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് രണ്ടാമത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തന്നെ റൂമിക്ക് വീണ്ടും വിട്ടു. ഞാൻ പോണ വഴിക്ക് ഫുൾ കരച്ചിലാണ്. ആലോചിച്ച് പേടിച്ച് കരയാറോ. അങ്ങനെ സിസ്റ്റർമാരൊക്കെ വന്നിട്ട് രാത്രി കുറെ BP ചെക്ക് ചെയ്യല് അത് ഇതൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ഡേ ആണ് ബുധനാഴ്ച മാർച്ച് 19-ാം തീയതിയാണ് എനിക്ക് ഡെലിവറി. അപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ പുലർച്ചെ ആകുമ്പോ വയർ ക്ലീൻ ചെയ്യാൻ വരും. അപ്പൊ പിന്നെ അതിന്റെ തലേദിവസം രാത്രി തന്നെ കുളിക്കാനായിട്ട് ഒരു സ്ക്രബ് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിട്ടിട്ട് വേണം കുളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ചെറിയ ടെൻഷൻ ആക്കി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ടെൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് സമയം എടുക്കും തോറും വലിയ ഇടിപ്പായിട്ട് മാറി ടെൻഷനൊക്കെ ഇങ്ങനെ കൂടി വന്നു തുടങ്ങി.
അങ്ങനെ രാവിലെ ഒരു 4:30-5 മണിയുടെ ഉള്ളില് വയറ് കഴുകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വയറൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കുളിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അനിയത്തി മുടിയൊക്കെ 2 ഭാഗം, 2 ഭാഗമല്ല, മുടി മുടി മടഞ്ഞിട്ട് വരാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ഭാഗത്ത് കെട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാൻ ഒരു സൈഡിൽ തന്നെ മുടി മടഞ്ഞിട്ട് പോയി. ചെന്ന് കഴിഞ്ഞാ വാട്ടർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എന്നെ റൂമിലേക്ക് വിടും എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ സത്യത്തില് ഭയങ്കര ഒരു ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, എന്നെ പുറത്തേക്ക് വിട്ടില്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല, ലേബർ റൂമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ സിസ്റ്ററിന്റെ അടുത്ത് എന്റെ വീട്ടുകാരൊക്കെ നിൽക്കുമ്പോ തന്നെ ഞാൻ ചോദിച്ചു, പുറത്തേക്ക് ഇനി വിടില്ലേന്ന് ചോദിച്ചപ്പോ ഇനി വിടാൻ ചാൻസ് ഇല്ല, ഭക്ഷണം കഴിക്കാൻ വിടുമെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി. അപ്പോഴാണ് ഞാൻ ലേബർ റൂമിലേക്ക് കടക്കുമ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞത്. കാരണം എനിക്ക് കാണാം അവരെ ഇപ്പൊ ഇനി തൽക്കാലം ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായി. കൂടെ അങ്ങനെ ഉണ്ടാവില്ല, പെയിൻ വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാവും, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ആലോചിച്ച് ഞാൻ അങ്ങനെ കരഞ്ഞു. എനിക്ക് എന്റെ ഉള്ളില് സങ്കടം സഹിക്കാൻ പറ്റാണ്ട്. അപ്പൊ അമ്മയും അനുസരണൊക്കെ ആശ്വസിപ്പിച്ചു, സാരില്ല, കുഴപ്പമില്ല, പെയിൻ സഹിക്കാൻ പറ്റില്ലെങ്കിൽ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്, അപ്പൊ അതെടുത്തോ, നീ ഒന്നും നോക്കണ്ട, എപ്പിഡ്യൂറൽ എടുത്തോ, കുഴപ്പമില്ല. എനിക്ക് എപ്പിഡ്യൂറൽ ഒന്നല്ല, വേദനയുടെ പേടിയല്ല, എനിക്ക് എന്തൊക്കെയൊക്കെയോ പേടിയാണ് വരുന്നത്. വേദനയുടെയും പേടിയുണ്ട്. അപ്പൊ ഞാൻ ശരി എപ്പിഡ്യൂറൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലേബർ റൂമിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് ഒരു 6:30 പോയി. 7 മണിയായപ്പോ ഡോക്ടർ വന്നിട്ട് എന്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു. വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അമ്മ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് വന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയായപ്പോ എനിക്ക് പെയിൻ വരാനുള്ള ട്രിപ്പ് ഇട്ടു. എന്റെ റൂമിന്റെ അപ്പുറത്തുള്ള കുട്ടിയും ഞാനും ഒരു ദിവസമായിരുന്നു ഡെലിവറി. ആ കുട്ടിക്ക് ഒരു 5 മണിയായപ്പോ വാട്ടർ ബ്രേക്കായി. എനിക്ക് അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്കായി. എനിക്ക് ഡോക്ടർ ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞ് എന്റെ തൊട്ടപ്പുറത്തെ ബെഡിലാണ് ആളും കിടക്കുന്നുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആള് കാണാം, അങ്ങനെ നോക്കി. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ എടുക്കാം. നമുക്ക് പെയിൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കങ്ങനെ ഒരു 8 മണിയായപ്പോ ട്രിപ്പ് ഇട്ടിട്ട് പതുക്കെയാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനിവിടെ കിടന്നിട്ട് കാണുകയാണ് അവിടെ ഒരാള് പെയിൻ എടുത്തിട്ട് ഇങ്ങനെ, കാരണം ആൾക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ആദ്യം ഒന്നും കുഴപ്പമുണ്ടാവില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ കിടക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആൾക്ക് ഇങ്ങനെ പെയിൻ ഡീപ്പായി തുടങ്ങിയിട്ടാ. അത് കഴിഞ്ഞപ്പോ ആളിങ്ങനെ ഇങ്ങനെ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിട്ട് തുടങ്ങി. അപ്പൊ എന്റെ കർത്തം വന്നിട്ട് ഒരു സിസ്റ്റർ ഇട്ടു, ഇനി അത് കണ്ടിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതൊന്നും കട്ടൻ മാറ്റിയൊക്കെ കാണണോ, മീൻസ് അങ്ങനെയല്ല, എങ്ങനെയാണ് ഈ ആളുടെ വേദന കാണണമെന്നല്ല ഉദ്ദേശിച്ചത്. അടുത്തത് ഇനി ഞാനല്ല, അപ്പൊ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഞാൻ കറക്റ്റ് ഇടേണ്ട സിസ്റ്റം പറഞ്ഞപ്പോ അവര് കട്ടൻ മാറ്റി, ഒരു തിരിച്ചിട്ട് കട്ടനൊക്കെ മാറ്റിയപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്ക് പെയിൻ നല്ല ഡീപ്പായിട്ട്, അപ്പോഴെനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ചെറിയ ചെറിയ പെയിൻ വരണല്ലോ. ആളുടെ ഡോക്ടർ വേറെ, എന്റെ ഡോക്ടർ വേറെ ആയിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പേര് ചെയ്യാൻ വന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, മോശം പാസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ആൾക്ക് അങ്ങനെ ചെറുതായിട്ട് തോന്നി തുടങ്ങി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മോശം പാസ് ചെയ്യാനൊക്കെ തോന്നുന്ന സമയത്താണ് ഈ ബേബി വരാറായി എന്നുള്ള ഒരു ഇതാണത്, സിഗ്നലാണ്. അപ്പം ആ കുട്ടിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഇല്ല, യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല, ഇനിയുണ്ട് സമയം, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആളുടെ സെർവിക്സ് ഒക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആയി. ആള് പ്രസവിക്കാറായി. എന്റെ അപ്പുറത്തേക്ക് എടുത്തിട്ടാണ് ആള് പ്രസവിച്ചത്. ആ ടൈമായപ്പോ കർട്ടൻ ഇട്ടു കേട്ടോ. കർട്ടൻ ഇട്ടിട്ട് കുട്ടി നന്നായി, അല്ല അതിനു മുമ്പ് ആ കുട്ടിക്ക് തീരെ പെയിൻ സഹിക്കാൻ പറ്റാണ്ടായപ്പോ എപ്പിഡ്യൂറൽ എടുത്തപ്പോ എന്റെ അടുത്ത് അവര് വന്ന് ചോദിച്ചു, അഞ്ജലിക്ക് എപ്പിഡ്യൂറൽ വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പൊ പെയിൻ സഹിക്കബിൾ ആണ്, ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, അനസ്തേഷ്യന്റെ ഡോക്ടർ ഇപ്പൊ പോവാണ്, ആൾക്ക് ഇനി എപ്പിഡ്യൂറല് ആ സമയത്ത് വേണമെന്ന് പറയുകയാണെങ്കിലും ആള് വരാനുള്ള ടൈം എടുക്കും, അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്ര വലിയ പെയിനും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഒരു കുത്തവിടെ കൊടുക്കണതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഇത് വേണം തോന്നുന്നില്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്ക് എടുക്കണ്ട, ആ സമയത്ത് പെയിൻ ഡീപ്പ് ആവുമ്പോ കുറച്ചു നേരം കൂടെ സഹിക്കേണ്ടി വരും, ഡോക്ടർ വരണ ടൈം വരെയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു, ശരി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പിഡ്യൂറൽ എടുത്തില്ല കേട്ടോ. പിന്നെ ആ കുട്ടിക്ക് എപ്പിഡ്യൂറൽ കൊടുത്തിട്ട് ഡോക്ടർ പോയി.
അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ ആൾക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആളുടെ ഡെലിവറി ആയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നത് ഒരു ഉണ്ണിയുടെ ഇങ്ങനെ കരച്ചിലാണ്. കാരണം അതിന്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് അടുത്തത് ഞാനാണല്ലോ എന്നുള്ള ഇതാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. എന്റെ അപ്പുറത്ത് കിടന്നിട്ട് ഒരാൾ പ്രസവിക്കാണ്. ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കുക കുട്ടിയുടെ സൗണ്ട് ഇങ്ങനെ. അപ്പൊ ഈ കുഞ്ഞിങ്ങനെ ഇങ്ങനെ കീ കീ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് ഡോക്ടർമാർ പറയുന്നുണ്ട് നീതു എന്നാണ് ആ കുട്ടിയുടെ പേരിട്ട്. നീതു പുഷ് 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 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കായിരുന്നു. പുഷ് ചെയ്യും പുഷ് ചെയ്യാനൊക്കെ. അവിടെ നീതുന്റെ അടുത്ത് ഡോക്ടറെ പുഷ് പുഷ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് പുഷ് ചെയ്യണം നന്നായിട്ടാണ് പുഷ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ അധികം സ്ട്രെയിൻ ഒന്നും എടുക്കരുത്, ആ സമയത്ത് പുഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നീതു ഡെലിവറി കഴിഞ്ഞു. ബേബി ഉണ്ടായി. ബേബി ഗേൾ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആൾക്ക് സ്റ്റിച്ചൊക്കെ ഇട്ടു. പിന്നെ ഉണ്ണീനെ അപ്പൊ തന്നെ NICU കൊണ്ടുപോയി. എന്നിട്ട് അത് കഴിഞ്ഞ് പാലൊക്കെ കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടു ഉണ്ണീനെ. അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് എനിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇത് കഴിഞ്ഞ് നീതുന്റെ ഡെലിവറി കഴിയുമ്പോഴേക്കും എനിക്ക് പെയിൻ ഡീപ്പായി വന്നു തുടങ്ങി. നല്ല പെയിൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരുന്നു. ലാസ്റ്റ് ആയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാനങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ ഡോക്ടർ വിളിപ്പിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും അഞ്ജലിയുടെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവര് അവിടെ നിന്ന് സംസാരിക്കാൻ ഇപ്പൊ ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, സെർവിക്സ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്ന് പീഡി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ യൂറിൻ പെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂറിൻ പസ് ചെയ്യാൻ തോന്നിയപ്പോ അവര് പുറത്തേക്ക് എന്നെ യൂറിൻ പസ് ചെയ്യാനായിട്ട് വിട്ടു വാഷ്റൂമിലേക്ക്. ആ സമയത്ത് ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ടെസ്റ്റൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ചിരിച്ചു കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ചെറിയ വേദനയുണ്ട്. അതാണ് എന്റെ നടത്തം ഈ വീഡിയോയില് കാണുന്ന പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നത്. അപ്പൊ ചെറിയ പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല ഡീപ്പ് പെയിൻ ആയി. നീതുന്റെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈം ആയപ്പോ എനിക്ക് നല്ല പെയിൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓളി ഇതല്ല, ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദന കാരണം ഇങ്ങനെ വേദന കൊണ്ട് പൊളയാന്ന് പറയില്ല, അങ്ങനത്തെ സംഭവം. അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കി. പക്ഷെ എന്റെ പെയിൻ നല്ല ഡീപ്പാണെങ്കിലും കൂടിയിട്ട് എന്റെ ഉണ്ണി ഇറങ്ങി വരുന്നില്ല. ഉണ്ണി ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ടാവണ അത്രയ്ക്കും അത്രയും പെയിൻ എനിക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ഉണ്ണി ഇറങ്ങി വരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു അരമണിക്കൂർ കൂടി നോക്കാം. ബൈസ്റ്റാൻഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു അരമണിക്കൂർ കൂടി നോക്കാം. എന്നിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഒന്നെങ്കിൽ കോടി ചുറ്റിയിട്ടുണ്ടാവും കഴുത്തില്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് സെക്ഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറും കഴിഞ്ഞ് 1 മണിക്കൂറും കഴിഞ്ഞ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. വീണ്ടും പീരീഡ് ചെയ്ത് നോക്കിയപ്പോ സെയിം ഒരു പ്രോഗ്രസ്സും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കാണ് ആള്. അപ്പൊ വീണ്ടും അനുസരിച്ച് അമ്മേനെയും വിളിപ്പിച്ചു ഡോക്ടർ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കോടി ചുറ്റാനുള്ള എവിടെയെങ്കിലും കോടി ചുറ്റിട്ടുണ്ടാവും, അതാണ് ഇറങ്ങി വരാത്തത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഡോക്ടർ നേരെ എന്റെ അടുത്തേക്ക് വന്നു. അഞ്ജലി നമുക്കിനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് സെക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എമർജൻസി സെക്ഷൻ എന്നും പറഞ്ഞ് കേട്ടതും എന്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വന്നെടുക്കാതെ രാവിലെ 8 മണി മുതല് വൈകിട്ട് 3 മണി വരെ ഞാനിങ്ങനെ പെയിൻ എടുത്ത് ഇങ്ങനെ പൊളഞ്ഞിങ്ങനെ കിടക്കായിരുന്നു അവിടെ. എന്നിട്ട് അവസാനം ഇത്രയും വേദന തിന്നിട്ട് സെക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആ സമയത്ത് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഞാൻ കുടുകൂടെ കാര്യം. അപ്പൊ പിന്നെ അവിടെ നമ്മൾ എല്ലാം ചട്ടപ്പെടുന്ന എല്ലാ ഡോക്ടർമാരും വന്ന് തലയില് ഇത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് എന്നെ ഒരു കുട്ടപ്പിയായിട്ട് കൊണ്ടുപോവാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അപ്പൊ എന്നെ ഈ ബെഡിൽ നിന്ന് എടുത്തിട്ട് മറ്റേ സ്ട്രെച്ചറിലേക്ക് വെച്ചു. അതിൽ നിന്നിട്ട് ഉന്തി കൊണ്ടുപോകുമ്പോ വീട്ടുകാരെ ഓൾറെഡി വിളിപ്പിക്ക്, പുറത്തേക്ക് നിൽക്കാൻ പറയുന്നു പറഞ്ഞിട്ട് നേഴ്സ് വിളിച്ച എല്ലാരെയും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഡോർ തുറന്ന് വീട്ടുകാരെ കണ്ട വഴിക്ക് ഞാൻ കരഞ്ഞ് മെഴുകി അങ്ങോട്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടി പോവല്ലേ എന്നൊക്കെ അങ്ങനെ ഇത്ര നേരം പെയിനായിട്ട് ഇരിക്കുന്നതല്ലേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനൊക്കെ ആയി. എല്ലാരും കണ്ട് എനിക്ക് സത്യത്തില് അതൊക്കെ അതൊന്നും എനിക്കിങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒന്നും. ആ ഒരു സമയത്ത് എന്റെ പകുതി ബോധമൊക്കെ പോയെന്ന് തോന്നുന്നുണ്ട്. കൊണ്ടുപോണ സമയത്ത് ഈ പെയിൻ ഇങ്ങനെ ഇടയ്ക്ക് വരിക ഇടയ്ക്ക് പോവാ, ഇടയ്ക്ക് വരിക ഇടയ്ക്ക് പോവാ, അങ്ങനെയാണല്ലോ. അപ്പൊ ആ സമയത്ത് അവർ കാണിക്കുന്ന സമയത്ത് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം നിന്നു. പിന്നെ തിയേറ്ററിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കിടത്തുമ്പോ ഭയങ്കര പെയിൻ ആയിരുന്നു, ഭയങ്കര പെയിൻ. അപ്പൊ ഈ അനസ്തേഷ്യ ഡോക്ടർ വരാൻ ഇത്തിരി ലേറ്റ് ആയി. അതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ
അങ്ങനെ പൊളയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മറ്റേ അനസ്തേഷ്യ തായോ, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, എന്തായാലും ഇനി ഓപ്പറേഷൻ അല്ലേ. അപ്പൊ അനസ്തേഷ്യ തായോ എന്ന് ഞാൻ നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ നഴ്സുമാർ എന്റെ കൈയൊക്കെ അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ വരും ഡോക്ടർ, കരയേണ്ട, വിഷമിക്കേണ്ട, ഇപ്പൊ വേദന പോകും, ഇപ്പൊ വേദന പോകും എന്നൊക്കെ പറഞ്ഞ് എല്ലാരും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും വിറച്ചു തുടങ്ങി. എനിക്ക് പല്ലൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ വിറച്ചു തുടങ്ങി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അനസ്തേഷ്യ ഡോക്ടർ വന്നു. വന്നിട്ട് എന്നെ തിരിച്ചു കിടത്തി പുറത്ത് അനസ്തേഷ്യ ഒക്കെ തന്നു. അനസ്തേഷ്യ തന്ന് പിന്നൊക്കെ അനസ്തേഷ്യ തന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോധം പോയിട്ടില്ല. നമ്മുടെ ഫുൾ ബോധം ആ സമയത്ത് പോവില്ലല്ലോ. പിന്നെ എനിക്ക് അനസ്തേഷ്യ തന്ന് എന്നെ മലർത്തി കിടത്തി എന്റെ രണ്ട് കൈ ഇങ്ങനെ നിവർത്തി സാധനത്തും ഇങ്ങനെ വെച്ച് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നിവർത്തി വെച്ചപ്പോ എനിക്ക് ഇങ്ങനെ പേടിച്ചിട്ട് ഞാൻ എന്റെ കയ്യിൽ കിട്ടിയത് ഒരു നഴ്സിന്റെ കയ്യാ. ഞാൻ ആ നഴ്സിന്റെ ഉടുക്കുമ്പോ ഇങ്ങനെ മുറുക്ക പിടിച്ചു. അപ്പൊ നഴ്സിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, പേടിക്കണ്ട നമുക്ക് പറഞ്ഞിട്ട്. അതെനിക്ക് ഓർമ്മ, അനസ്തേഷ്യ തന്നിട്ട് തന്നെയാണ്. പക്ഷെ ആ സ്റ്റാർട്ടിങ് ടൈമിലായതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ സംഭവം എന്താ വെച്ചാൽ എന്റെ വയറ് കീറുന്നതാണ്. കാരണം ഇങ്ങനെ കിടന്നിട്ട് വയറ് വേദനയൊന്നും ഇല്ല, പക്ഷെ വയറ് കീറുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മോൾഭാഗത്തെ വയറ് ഇങ്ങനെ കീറുന്നത് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞു. അപ്പൊ എനിക്കത് ആകെ അയ്യോ എന്റെ വയറല്ലേ കീറുന്നത് ഒരു ഇതായിരുന്നു എന്റെ മനസ്സില്. ആ കീറിയത് അറിയുന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്റെ ബോധം പോയി. കുറെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഒക്കെ കഴിയാറായ സമയത്ത് എനിക്ക് ബോധം വന്നു. ഞാൻ കണ്ണ് തുറന്നു. കണ്ണ് ഞാൻ തുറക്കുമ്പോ കാണുന്നത് മുകളിലൊക്കെ നല്ല വലിയ ലൈറ്റ് അത് ഇതൊക്കെ ആയിട്ട് കുറെ ഡോക്ടർമാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, നഴ്സുമാര് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എല്ലാരും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഞാൻ ആള് കണ്ണ് തുറന്നൂലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നത് എന്റെ ഉണ്ണിയുടെ കരച്ചിലാണ്. അയ്യോ, ആ ഒരു കരച്ചില് നമുക്ക് ഞാൻ കേൾക്കുമ്പോ നമ്മൾ എത്ര നാളെ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന ആ ഒരു സംഭവമാണല്ലോ. അയ്യോ, ആ ഒരു ഭാഗം നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടാ. അത് നമ്മൾ കൊറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു രംഗം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ആ തുണിയുടെ മുകളിൽ കൂടെ എടുത്ത വഴിക്ക് ഡോക്ടറേക്ക് ഞാൻ കാണിച്ചു തന്നു. അപ്പൊ തന്നെ ഞാൻ കരഞ്ഞു തുടങ്ങി. അപ്പൊ എനിക്ക് ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടു. അപ്പൊ ഞാൻ കാണിച്ചു തന്നു. എന്നിട്ട് അത് തുടപ്പിച്ചിട്ട് നഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ തന്നെ കൊണ്ടുപോയി. നമുക്ക് അധികം നേരം ഒന്നും കാണിച്ചൊന്നും തന്നില്ല. പെട്ടെന്ന് എനിക്ക് ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തന്ന മോളിൽ കൂടെ കാണിച്ചു തന്ന ആ ഒരു വിഷ്വല് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഫുൾ ബ്ലഡ് ഒക്കെ ആയി ഇങ്ങനെ പൊക്കിളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു രംഗാണ് കാണിച്ചു തന്നത് എനിക്ക്. നോക്കുമ്പോ ഉണ്ണിനെ എടുക്കുമ്പോ ഉണ്ണിയുടെ കഴുത്തില് 2 വട്ടാണ് പൊക്കിള് ചുറ്റിയിട്ടുണ്ടായിരുന്നത്. 2 ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഡെലിവറിനെ സി സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്നെ ഉണ്ണീനെ ആദ്യം കാണിച്ചു കൊടുത്തു. അപ്പൊ എന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എന്നെ പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് നേരെ ICUലേക്ക് കൊണ്ടുപോയി. എന്നെ ICUയിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് എന്നെ കാണാനൊക്കെ വന്നിരുന്നു. ഞാൻ എല്ലാവരെയും എന്നെ നോക്കി പകുതി മയക്കത്തിലാണ് കേട്ടോ. പകുതി കണ്ണൊക്കെ ഇങ്ങനെ പകുതിയായിട്ടാണ് തുറന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫുൾ ബോധമില്ല. അപ്പൊ എല്ലാവരോടും ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ICUയിൽ സുഖമായിട്ട് കിടക്കാം. അന്നത്തെ ദിവസം 3:20 ഉണ്ണി ഉണ്ടായേ. 3 മണിക്കാണ് തിയേറ്ററിലേക്ക് കയറ്റിയത്. 3:20 ഉണ്ണി ഉണ്ടായി. പിന്നെ അന്നത്തെ ദിവസം ഫുൾ എന്നെ ICUയിൽ കിടത്തിയാണ്. പിറ്റേ ദിവസമാണ് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക് ആക്കിയപ്പോഴാണ് ഞാൻ ഉണ്ണീനെയൊക്കെ ഇങ്ങനെ ശരിക്കും കാണുന്നത്. അപ്പൊ നല്ലൊരു കുഞ്ഞു മുഖമൊക്കെ ആയിട്ട് ഒരാൾ എന്റെ അപ്പുറത്ത് കൊണ്ടുവച്ചതെന്ന് അമ്മ. കരയണൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. കരച്ചിലൊക്കെ ഭയങ്കര കുറവായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുവരെയാണ് എന്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പെയിനാണ് പിന്നെയുള്ള കഥ. സി സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് നോർമലി പെയിൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ അനസ്തേഷ്യയുടെ എഫക്റ്റ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും. അത് ഫസ്റ്റത്തെ ആ പെയിനും വെച്ച് അവര് തിരിഞ്ഞെടുക്കാനും മറിഞ്ഞെടുക്കാനും പറയും. പോരാത്തതിന് നടക്കാനും പറയും. അപ്പൊ നടക്കാൻ ഞാൻ എണീറ്റ ആ ഒരു ഭാഗം അത് നമുക്ക് ആലോചിക്കാനേ വയ്യ. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ യൂറിനെ ട്യൂബൊക്കെ ഇട്ടുണ്ടാവും. ട്യൂബൊക്കെ അവര് ഊരിയെടുത്തിട്ട് ഫസ്റ്റത്തെ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് വാഷ്റൂമിൽ പോയിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന ആ ഒരു കാര്യം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സംഭവമാണ്. നമുക്ക് ബാത്റൂമിൽ ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു ബാത്റൂമിൽ എനിക്ക് പോകുന്ന ഒരു സംഭവം. നല്ല പെയിൻഫുൾ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമുക്കൊരു സി സെക്ഷനിൽ ഉണ്ടാവുന്ന ഒരു സംഭവം. അതൊക്കെ നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ. പക്ഷെ എന്റെ കാര്യത്തില് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു.
ഞാൻ എനിക്ക് എന്റെ വയറ് തൂട്ടാൻ പറ്റുന്നില്ല. കാരണം അടിയിലാണല്ലോ സർജറി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഭാഗമൊക്കെ അങ്ങനെ തരിച്ച് തരിച്ച് നമുക്ക് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ മോൾ വയറ് എനിക്ക് ഭയങ്കര വേദനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദന. ഞാൻ എന്നിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞല്ലേ വേദന ഉണ്ടായിരിക്കും. ഞാൻ ആന്റിബയോട്ടിക് ഒക്കെ തരാൻ വന്ന നഴ്സുമാരോട് ഞാൻ പറയണെങ്കിൽ നല്ല വേദന എടുക്ക വേദന. അവര് പറഞ്ഞ വേദന ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് മോളെ അത് മാറിക്കോളും. നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു പിന്നെ നമുക്കത് എക്സ്പീരിയൻസും ഇല്ല. അപ്പം നമ്മളും വിചാരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരു 5 ദിവസമൊക്കെ ആകുമ്പോ എന്റെ കൂടെ ഡെലിവറി കഴിഞ്ഞവരുടെ സി സെക്ഷൻ കഴിഞ്ഞവരൊക്കെ ഡിസ്ചാർജ് ആയി പോയി തുടങ്ങി. എനിക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് വയറിന് വേദന ഒരു മാറ്റവും ഇല്ല. നല്ല പെയിൻ. അതായത് അതും മോൾ വയറിലാണ് എനിക്ക് പെയിൻ വരുന്നത്. മോൾ വയറിൽ എന്തുകൊണ്ടാ ഇങ്ങനെ പെയിൻ വരുന്നതെന്ന് മനസ്സിലാവണില്ല. അപ്പൊ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ നമ്മളിങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുമല്ലോ. അപ്പൊ ചേർത്ത് വെക്കുമ്പോ എനിക്ക് വയറിന് ഒരു വിരലുകൊണ്ട് പോലും എനിക്ക് തൊടാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ണിനെ പാല് കൊടുക്കാനായിട്ട് എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അലമുറയിട്ട് കരച്ചിലാണ്. എനിക്ക് എണീക്കാൻ പറ്റണില്ല, ബെഡിന് അങ്ങോട്ട് തിരിയാൻ പറ്റണില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റണില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന അനുസരിച്ച് അമ്മയായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. അവര് അത്രയ്ക്കധികം അത്രയ്ക്കധികം സഹിച്ച് മീൻസ് എന്റെ കരച്ചില് കണ്ട് നിന്നിട്ടുള്ള രണ്ടുപേരാണ്. ശരിക്കും എന്റെ കരച്ചിൽ എന്താന്ന് അവർ രണ്ടുപേരും ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. അവരത്രയ്ക്കും അങ്ങനെ സഹിച്ചു പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു എന്റെ ഒരു അവസ്ഥ. അപ്പോ ഒരു 5 ദിവസമായിട്ടും എന്റെ പെയിൻ മാറാണ്ട് അതുപോലെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വരും. റൗണ്ട്സിന് വരുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ സഹിക്കാൻ പറ്റണില്ല. എന്റെ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ പറ്റണില്ല. എനിക്ക് അവന്റെ കാര്യം ഒന്നും നോക്കാൻ പോലും അവനെ ശ്രദ്ധിക്കാൻ പോലും എനിക്ക് പറ്റണില്ല വേദന കാരണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ സ്കാൻ എഴുതി തന്നു. പിറ്റേ ദിവസം ഞാൻ സ്കാൻ അവരെ തന്നെ സ്കാൻ ചെയ്തു. വയറ് സ്കാൻ ചെയ്തപ്പോ എന്റെ വയറിന്റെ ഉള്ളില് ഫ്ലൂയിഡ് ആണ് അവര് കണ്ടുപിടിച്ചത്. അപ്പൊ സാധാരണ നോർമലി നമുക്ക് സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഉണ്ടാവും വയറില്. അത് തന്നെ അബ്സോർബ് ആയി പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ കേസില് ഈ ഫ്ലൂയിഡ് കൂടുതലാണ്. അപ്പൊ അവര് പറഞ്ഞത് നമുക്ക് ഡ്രെയിൻ ട്യൂബ് ഇട്ടിട്ട് ഒന്ന് ഓൾറെഡി നമ്മൾ സിസേറിയൻ ചെയ്തതിന്റെ ഒരറ്റം ഓപ്പൺ ചെയ്തിട്ട് റീഓപ്പൺ ചെയ്തിട്ട് ഡ്രെയിൻ ട്യൂബ് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ടാമതൊരു സർജറി പോലെ തന്നെ ആണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഭയങ്കര ടെൻഷനായി അമ്മയ്ക്കും എല്ലാവർക്കും. ചേട്ടനൊന്നും പിന്നെ ടെൻഷനൊന്നും പുറത്തേക്ക് കാണിക്കില്ലെങ്കിലും ഉള്ളില് നല്ല ഇതുണ്ടാവുമല്ലോ. കാരണം സിസേറിയൻ ഒരെണ്ണം കഴിഞ്ഞാൽ അത് ആ വോണ്ട് റീഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതല്ലേ. ആദ്യത്തെ ഒരു സിസേറിയന്റെ തന്നെ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ബുധനാഴ്ച മാർച്ച് 19 ബുധനാഴ്ച ഡെലിവറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബുധനാഴ്ച എനിക്ക് എന്റെ രണ്ടാമത്തെ സർജറിയും കഴിഞ്ഞു. സർജറിക്ക് കൊണ്ടുപോയി രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വൂണ്ടിന്റെ സിസേറിയൻ ചെയ്ത വൂണ്ടിന്റെ ഒരറ്റം റീഓപ്പൺ ചെയ്തിട്ട് ഡ്രെയിൻ ട്യൂബ് ഇടാം എന്നൊക്കെയാണ്. അങ്ങനെ നമുക്ക് ഈ ഫ്ലൂയിഡിന് പുറത്തെടുക്കാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് ആ സിസേറിയന്റെ രണ്ടാമത് ഫുൾ റീഓപ്പൺ ചെയ്യേണ്ടി വന്നു. ഫുൾ റീഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ എന്റെ വയറില് ഒരു 3/4 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അവര് പറയുന്നത്. ഇത് എങ്ങനെ വന്നു, എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും പിടികിട്ടണില്ല. ഡോക്ടർ തന്നെ പറയുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് എന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയുന്നവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം കേട്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ റീഓപ്പൺ ചെയ്ത് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ അതേ പ്രോസസ് തന്നെ വീണ്ടും ചെയ്തു. എന്നെ ICU കയറ്റി കുറെ സമയം ഒബ്സർവേഷൻ ഒക്കെ ഇട്ടിട്ട് എന്നെ തിരിച്ച് കൊണ്ടുവന്നു. പിന്നെ ആ രണ്ടാമത്തെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ വയറൊന്നും എനിക്കൊന്ന് തൊടാൻ പറ്റിയത്. കാരണം അത്രയ്ക്കും പെയിൻ ആയിരുന്നു. അപ്പൊ ആ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടായിരുന്നു എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നത്. ഡോക്ടർ സിസേറിയൻ കഴിഞ്ഞിട്ട് അൻഷനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പീരീഡ്സിന്റെ ടൈമില് വയറുവേദന നല്ല ഡീപ്പായിട്ട് വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല വയറുവേദനയാണ് സ്കൂളിൽ പഠിക്കുന്നത് തൊട്ടേ. അതായത് ആദ്യം മുതലേ എനിക്ക് മെൻസസ് ആദ്യം വന്നപ്പോ മുതലേ എനിക്ക് നല്ല പെയിൻ ആണ് പീരീഡ്സിന്റെ ടൈമില്. അപ്പോ നമ്മൾ നോർമലി നമുക്ക് പീരീഡ്സിന് വയറുവേദന കോമൺ ആണല്ലോ. അപ്പൊ നമ്മൾ അതിന് ഡോക്ടറൊന്നും കാണിക്കാനൊന്നും പോവില്ല.
അങ്ങനെ ഒരു ഇതില് നമ്മളും ഡോക്ടറിനെ കാണിച്ചിട്ടില്ല. ഡോക്ടർ ഇതിനൊരു റീസൺ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് മെൻസസ് ആവുന്ന ടൈമില് നമുക്ക് നല്ല വയറുവേദന ഉണ്ടായിരിക്കും. ആ വയറുവേദന വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യൂട്രസിലേക്ക് പുറത്തേക്ക് പോകുന്ന ആ ബ്ലഡ് തിരിച്ച് റിവേഴ്സ് വന്നിട്ട് നമ്മുടെ യൂട്രസില് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഈ എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത്. അതെനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോർമലി നമുക്ക് വയറുവേദന എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പീരീഡ്സിന്റെ സമയത്ത് വയറുവേദന നോർമൽ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടറൊന്നും കാണിക്കാൻ പോയിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പോ ആ ഒരു വയറുവേദനയുടെ കാര്യം ഈ ഒരു ബ്ലീഡിങ് യൂട്രസിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നോണ്ടാണ്. അപ്പൊ ആ ബ്ലീഡിങ്ങിൽ നിന്ന് വരുന്ന വെള്ളം ആണ് വയറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ ഡെലിവറി കഴിഞ്ഞപ്പോ ഇങ്ങനെ വയറ്റില് ഫ്ലൂയിഡ് ആയിട്ട് വന്നത് എന്നാണ് ഡോക്ടർ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ എൻഡോമെട്രോസിസ് ഉള്ള ആളുകൾക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് ഇല്ലാതെ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം എൻഡോമെട്രോസിസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഡെലിവറി ടൈമിൽ നമ്മുടെ ഡോക്ടറുടെ അടുത്ത് മുൻകൂട്ടി പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവർ അതിനനുസരിച്ച് അതിനെ കെയർ ചെയ്ത് ചെയ്യും. ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സി സെക്ഷൻ ടൈമിൽ അവർ അതിനെ കെയർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്റെ ഒരു സംഭവം എന്റെ കേസിൽ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് നോർമലായി തന്നെ ഉണ്ണി ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുൻകൂട്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറിയാനും പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഡെലിവറി ടൈം നമുക്ക് ഡോക്ടറുടെ അടുത്ത് മുമ്പ് പറയാനും പറ്റിയിട്ടില്ല. എന്റെ ഡെലിവറിയുടെ ടൈമിൽ, അതായത് എന്റെ സി സെക്ഷന്റെ സർജറിയുടെ ടൈമിലാണ് ഡോക്ടർ ഈ ഒരു സംഭവം കണ്ടത്. അങ്ങനെ അങ്ങനെ കണ്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. എന്നോട് ചോദിച്ചത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ, വയറുവേദന ഉണ്ടായിരുന്നോ, മുമ്പുണ്ടായിരുന്നോ, അറിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല, വയറുവേദന ഉണ്ടായിരുന്നു എന്ന് അനുസരണം പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു കാരണം. ശരിക്ക് ഒരു 5 ദിവസത്തിലൊക്കെ ഡിസ്ചാർജ് ആയി പോകേണ്ട ഞങ്ങള് 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. 15 ദിവസത്തില് മിക്ക ദിവസവും വേദന ശരിക്ക് അറിഞ്ഞിട്ടാണ് കിടന്നത്. അത്രയ്ക്കധികം ആന്റിബയോട്ടിക് കയറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ ചൂട് ശരീരത്തില് എനിക്ക് ഭയങ്കര ചൂടാണ് എന്റെ ബോഡിക്ക്. പിന്നെ ആന്റിബയോട്ടിക്കുകൾ നന്നായിട്ട് നമുക്ക് ഓവറായിട്ട് ശരീരത്തിൽ കയറ്റുമ്പോ എങ്ങനെയായിരിക്കും, അതിന്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ഇതുണ്ടായിരിക്കുമല്ലോ. ഇപ്പോ ഞാൻ നോക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മള് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാനൊക്കെ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഒക്കെ മുമ്പേ ഇടണം എന്ന് വിചാരിച്ചത്. അപ്പൊ കുറെ പേരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത്, ലേറ്റായി, എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്, വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, ഡെലിവറി സ്റ്റോറി ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതായിരുന്നു സംഭവം. എനിക്ക് എന്റെ പെയിൻ കാര്യങ്ങളൊക്കെ കാരണമാണ്. പിന്നെ രണ്ടാമത്തെ സർജറി കഴിഞ്ഞപ്പോ ഡ്രെയിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. വയറിന്റെ 2 സൈഡിലും ഡ്രെയിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രെയിൻ ട്യൂബും കൊണ്ടിട്ടാണ് എന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തത്. ആ ട്യൂബ് ഇട്ടിട്ട് 2 ആഴ്ച കിടക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാഴ്ച ചെന്നപ്പോഴേക്കും നമ്മുടെ ഈ ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞു വന്നതുകൊണ്ട് 2 ട്യൂബും ഊരി. ട്യൂബ് ഊരാൻ പോയ കഥ അതിനും വലിയ കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ട്യൂബ് ഊരുമ്പോ ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. പിന്നെ ട്യൂബ് ഊരാൻ കിടക്കുമ്പോഴാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു വേദന എടുക്കുമെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇതിനും വലിയ വേദന സഹിച്ചതല്ല അഞ്ജലി നീ, അപ്പൊ പിന്നെ ഇതൊന്നും സഹിക്കാൻ നിനക്കുന്നു. അങ്ങനെ അത് നല്ല വേദന തന്നെയായിരുന്നു. പിന്നെ അതോടുകൂടി ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് റിക്കവർ ആവാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പൊ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് അതിന്റെ ബാക്കിയുള്ള പെയിനുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കുറെ നാളായിട്ടും. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ പെയിൻ ഫുള്ളായിട്ട് വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഉണ്ണിക്കുള്ളോണ്ട് ഒരു ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഇങ്ങനെ നടക്കുന്നു മാത്രം. അങ്ങനെയാണ് എന്റെ ഒരു ഡെലിവറി സ്റ്റോറി. വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ഡെലിവറി സ്റ്റോറി തന്നെയായിരുന്നു കേട്ടോ. ഇതുവരെ ആർക്കും കേൾക്കാത്ത കുറെ സംഭവങ്ങളാണ്. ഇതുവരെ നമ്മളെ ലൈഫിൽ ഇതുവരെ മറ്റുള്ളവർക്കൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഈ ഫ്ലൂയിഡിന്റെ ഒരു സംഭവം ഡോക്ടർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് ഡോക്ടറും പറഞ്ഞത്. കേൾക്കുന്നവരെല്ലാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും കഴിഞ്ഞു കിട്ടി, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അപ്പോ ഇനി അടുത്തടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഡെലിവറി സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇല്ലാതെ എനിക്കറിയാം. എന്നാലും അത്രയ്ക്കാണ്.
അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.